അപ്പം നമ്മൾ പൊടി വരാൻ എത്തിയതാ. പൊടി ഇഷ്ടം പോലെ കിടക്കുന്നു. വാരി നിറച്ചിട്ട് ബാക്കി കാണിക്കാം അല്ലേ. അപ്പം ഈ കെട്ടെടുത്തിരുന്നുണ്ട് വണ്ടിക്കകത്ത് അടുക്കി വെക്കുക. ഇത് നമ്മുടെ കൂണിൻ്റെ റൂം. നമ്മൾ കൊണ്ടുവന്ന പൊടി കെട്ടുപൊട്ടിച്ചിടുക. കെട്ടുപൊട്ടിച്ച് ഇങ്ങനെ നേരത്തെ ഇടണം. അതെ, ഇത് ചാക്കിൽ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. അത് ചൂടാവല്ലോ പോയി. ഇത് ഇപ്പൊ തന്നെ നല്ല ചൂടായി. ഇപ്പൊ നമുക്ക് കാല് ചവിട്ടി നിൽക്കുമ്പോ അതെ കാല് പൊള്ളുന്ന കണക്ക് ചൂടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പൊടിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലധികം കൃമി കീടങ്ങളൊന്നും വളരെയല്ല. ഒരു ബെഡിൽ നിന്ന് നമുക്ക് 3 മുതൽ 4 മാസം വരെയൊക്കെ കൂൺ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഘട്ടം ഘട്ടം കച്ചിയിൽ വെച്ച് ആദ്യം കിട്ടുന്ന ഒരു 75% കൂണ് ഫസ്റ്റ് ട്രിപ്പിൽ കിട്ടിത്തരും. പിന്നെ കിട്ടിയല്ല, പിന്നെ കുറേശ്ശെ ഇതുപോലെയുള്ള കമ്പുകളുണ്ട്. അതിനെ നമ്മൾ അരിച്ച് നല്ല പൊടിയാക്കണം. പൊട്ടയ്ക്ക് 4 കൊട്ട പൊടിയാണ് എടുത്തിരിക്കുന്നത്. 4 കൊട്ട പൊടിയിൽ നമ്മള് കച്ചിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ അരക്കപ്പൊടി മാത്രം ഉപയോഗിക്കുന്ന കാരണം ഇതിൽ ഒരുപാട് കെമിക്കൽ മിക്സ് ഒന്നും വേണ്ട. ഇപ്പൊ നമ്മൾ ഇതിൽ ചേർക്കുന്നത് 300 ഗ്രാം കുമ്മായപ്പൊടി. അത് കുമ്മായപ്പൊടി കലക്കി അതിന്റെ തെളിയാണ് നമ്മൾ എടുക്കുന്നത്. തെളിയാനായിട്ട് ഇവിടെ വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ബ്ലീച്ചിങ് പൗഡറാണ്. ഒരു 30 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുക്കുന്നുണ്ട്. ഒരു 20 ഗ്രാം ബാവസ്റ്റ് കുമ്മൽനാശിനിയാണ്. അതും കൂടെ എടുത്തു. ഇതൊന്ന് വെള്ളത്തിൽ കലക്കി വെക്കുവാണ്. നനക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഇത് തെളി മാത്രം ഊറ്റിയെടുക്കും. പിന്നെ നമ്മളിത് കുഴക്കാൻ പോവാണ്. നമ്മളൊരു പുട്ടുപൊടി പരുവത്തിൽ വെള്ളം കൂടിയാലും കുഴപ്പമില്ല. രാവിലെ നമ്മളിതിന്റെ ക്ലിയർ ആകുമ്പോഴത്തേനും വെള്ളം കുറയൂല്ലേ, ക്ലിയർ ആയി വരും. അപ്പൊ ഇത് നമ്മളിനി ഇത് മൂടി വെക്കുവാണ്. ഇനിയിപ്പോ 16 പോലെ ഒരു 18 മണിക്കൂർ വരെ ഇതേപോലെ ഇരിക്കും. എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ അരക്കപ്പൊടികളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമുക്ക് ഒരുപാട് കെമിക്കൽ പ്രോസസ്സ് വേണ്ട. നമ്മളിവിടെ ചെയ്തതിൽ നമുക്ക് ഏറ്റവും ലാഭം കിട്ടിയിട്ടുള്ളത്, ഏറ്റവും പണി കുറവുള്ളത് അരക്കപ്പൊടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അരക്കപ്പൊടി ചെയ്യുന്നത്. ആ പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പുതിയ പൊടി എടുക്കണം, പഴകിയതെടുക്കണം. നമ്മൾ ആ കച്ചിയിൽ പറയുന്നത് ഒരു സ്വർണ്ണ കളറ്, അതിനോട് അടുത്തൊരു കളർ കിട്ടണമെന്നാണ്. അതുപോലെ തന്നെയാണ് റബ്ബറിന്റെ അരക്കപ്പൊടി മാത്രമാണ് എടുക്കുന്നത്. അപ്പൊ അതിനും ഏകദേശം അതിനോട് അടുത്തൊരു കളറുള്ള അരക്കപ്പൊടി കിട്ടണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ അരക്കപ്പൊടി കുറെ നാള് നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല. ഏകദേശം പരമാവധി ഒരു മാസം തന്നെയാണ് ഒരു തുറന്ന സ്ഥലത്ത്, അതായത് നമുക്ക് അധികം വേസ്റ്റ് ഒന്നും കയറാത്ത രീതിയിൽ, മൂടി വെക്കാത്ത രീതിയിൽ ഇരിക്കുവാണെങ്കിൽ 1 മാസം വരെ ഇരിക്കുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ കൂണ്ട വിത്ത്. ഇതാണ് ഇപ്പോൾ 1 മാസമായി. 1 മാസം പ്രായമായ വിത്താണ് ഇത്. വൈറ്റ് ഓയിസ്റ്റർ മഷ്റൂമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 വർഷത്തോളമായിട്ട് കൂൺ കൃഷി ചെയ്യുന്നു. അടിപൊളി വെള്ളം വലിഞ്ഞ് പൊടിയായിട്ട് അങ്ങ് തുടങ്ങുവാണ്. 5 വർഷത്തിന് മുകളിലായി നമ്മൾ നടത്തുന്നത്. വീടിൻ്റെ മുകളിൽ റൂഫ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഇതുപോലെ ഒരു കൂൺ കൃഷിക്ക് നല്ലൊരു ഷെഡ് നമുക്ക് പുറത്തുണ്ടാക്കണമെങ്കിൽ അതിൻ്റെ 2-3 ലക്ഷം രൂപ വേണം. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളെ വീടിൻ്റെ മുകളിൽ തന്നെ റൂഫ് ചെയ്തു. അപ്പോൾ അതിന് റൂം തിരിച്ചു. കൂൺ കൃഷി ശരിക്കും നടന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് വായുസഞ്ചാരം കിട്ടുന്നതിന് അതിനുള്ള സംവിധാനം മുൻകൂട്ടി കണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് നമ്മൾ 3 വർഷമായി. അപ്പോൾ ആദ്യത്തെ 2 വർഷം നമ്മൾ ഒരു ഷെഡിലാണ് നടത്തിയത്. അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഈ കൂൺ ബെഡ് നമ്മളൊരു ഉറിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനിട്ടൊന്നും ചെയ്യാനില്ല. ഇത് അതിൻ്റെ സമയത്ത് കൂണുണ്ടായി വരണം. ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ പ്രശ്നമാണ് ഇതിന്റെ സെയിലും, അല്ലെ? സെയിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെയിലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, കൂണ് കഴിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അവർക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല. അത് ഇതിന് സമയമില്ല. നമുക്ക് ഇപ്പം 2 ദിവസം കഴിയാൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ പരമാവധി പോയാൽ 1 ദിവസം
1.5 ദിവസത്തിൽ കൂടുതൽ ഇത് കടയിലിരുന്ന് കഴിഞ്ഞാൽ ആളുകൾ വെള്ളം വിടാൻ തുടങ്ങും. അതുകൊണ്ട് ഇപ്പോൾ അത് നമ്മൾ ഇതുപോലെ ചെറുതായി തുടങ്ങി ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് സെയിലുമായി നല്ല രീതിയിൽ നടത്താമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഹൈടെക് ഫാമുകളിലേക്കൊക്കെ ചിന്തിക്കാം. ഹൈടെക് ഫാമിൽ ചെയ്യണോ കുറക്കണോ എന്നൊക്കെ ചിന്തിക്കാം. ഇപ്പോൾ 4ാമത്തെ വായി അപ്പോൾ നിങ്ങൾ ബെഡ് ഉണ്ടാക്കുന്നത് കാണുന്നുണ്ടാവും. ഇപ്പോൾ 4ാമത്തെ ഇതായി. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ബെഡ് കെട്ടുവാണ്. ഇപ്പൊ നമുക്ക് കയ്യിൽ തൊടുമ്പോൾ തന്നെ അറിയാം ഇതാ ഇല്ല നല്ലപോലെ. അപ്പൊ ഈ ഓരോ കാലാവസ്ഥ അനുസരിച്ചും വെള്ളത്തിന് ഈ അറക്കപ്പൊടിയുടെ ഇപ്പൊ നമ്മളെ കണ്ടതിൽ ഇപ്പൊ ഇത്ര വർഷം നമ്മൾ നടത്തിയതിലെ വെച്ചാല് ഈ അറക്കപ്പൊടി ഉള്ളില് വെള്ളം നിൽക്കുകയല്ല. ജലാംശം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഈ കൂടിന്റെ ഭാഗത്ത് തന്നെ അത് വരും, വലിഞ്ഞു വരും. അപ്പൊ നമ്മുടെ ഈ ബെഡിൽ എവിടെയെങ്കിലും ഒരു ജലാംശം അധികം ഉണ്ടെങ്കിൽ അത് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ട് ഏക പ്രശ്നം. ഇതാണ് നമ്മൾ എടുക്കുന്ന പഞ്ഞി. സാധാരണ നമ്മളെ കോട്ടൺ മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധാരണ കോട്ടൺ പഞ്ഞിയാണ്. അപ്പൊ നല്ല പഞ്ഞി എടുക്കണം. അപ്പൊ നമ്മൾ അവിടുന്ന് ഇവിടെ നോക്കുന്ന പഞ്ഞി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഒന്നുകിൽ ഒരു പപ്പടം കുത്തി പോലത്തെ എന്തെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മുളയുടെ കമ്പ് ഇതുപോലെ കൂർമ്മിച്ചെടുക്കാം. അപ്പൊ ഇതൊക്കെ എടുക്കുമ്പോഴും എന്തെടുക്കുമ്പോഴും ഡെറ്റോളിൽ നല്ല ക്ലീൻ ആക്കണം. എന്നിട്ടത് ആ ഡെറ്റോൾ തുണി കൂടെ നമ്മൾ തൂത്ത് കളയണം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്യാനുള്ള കാരണം നമ്മളിവിടെ ഓരോ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളിവിടെ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇത് എടുക്കുമ്പോൾ ഇതിലൂടെ പ്രാണി കയറി ഈ സൈഡിൽ വന്നിരിക്കുന്ന മൈസീലിയം മൊത്തം അത് തിന്ന് തീർക്കും. അങ്ങനെ നമ്മൾ ബെഡ് നമുക്ക് ഒരു കൂണ് പോലും കിട്ടാതെ ഒരുപാട് സമയം ബെഡ് പോയിട്ടുണ്ട്. അപ്പോൾ മെല്ലെ ഒരു കഷ്ണം പഞ്ഞിങ്ങനെ എടുക്കുക. ഇതാ അതിൻ്റെ ഒരു സൈഡ് കൊണ്ട് മെല്ലെ ഇതാ ഹോൾസിലേക്ക് അങ്ങ് കെട്ടിക്കൊടുത്താം. മെല്ലെ ആ പഞ്ഞോട് കൂടി തന്നെ വെച്ച് പഞ്ഞി ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കുക. ടൈറ്റായി. നല്ല എളുപ്പമാണ്. നമ്മൾ ആ തുളയിടുന്നേക്കാളും കുറച്ച് സമയം പിടിക്കും അധികം എല്ലാ ഭാഗത്തും. എന്നാ ഇനി നമുക്കിത് നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവെക്കാം. നമ്മുടെ കൂണങ്ങനെ വിളഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് ആദ്യമായിട്ട് കൂണ് പറിക്കുവാണ്. ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് എടുക്കുക. നമ്മുടെ കൂട് പറിച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിളവെടുപ്പാണ്. ഈ കൂട് ഇങ്ങനെ ഹോൾസ് ഇടണം. അത് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കുവാണ്. മഷ്റൂം ഹൗസ്, അതാ പേര്, മഷ്റൂം ഹൗസ് എന്നാണ് പേര്. ഡേറ്റ്, വെയിറ്റ്, പ്രൈസ്. നമ്മൾ എല്ലാ ദിവസങ്ങളും തുടങ്ങുന്നത് ഇങ്ങനെയാണ് അല്ലേ? രാവിലെ കൂണ് പോയി പറിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം അതെ നമുക്കൊരു അഭിമാനം, ഒരു സന്തോഷം. ആദ്യത്തെ സപ്ലൈ ആണ്. അപ്പൊ ഇത് നമ്മൾ സ്റ്റിക്കറൊക്കെ ചെയ്ത് കടകളിൽ കൊടുക്കുന്നു. ഇത് ഓൺലൈനിൽ കൊടുക്കുന്നതിന് വേണ്ടി നമ്മളെ കിട്ടിയ ഓർഡർ വീടുകളിൽ തന്നെ എത്തിക്കുകയാണ്. നമ്മുടെ റേറ്റ് 400 രൂപയാണ് കിലോയ്ക്ക് അല്ലേ? 400 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി സപ്ലൈ ചെയ്യുന്നത്. ഓൺലൈനിൽ എങ്ങനെ നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ കൂൺ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ? ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്ക് അവരിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതായത് നമ്മൾ അപ്പം അങ്ങനെ നമ്മൾ തുടക്കത്തിലൊക്കെ നമുക്ക് എത്താൻ പറ്റുന്നില്ല. അതായത് ആളുകൾക്ക് നമ്മുടെ അടുത്ത് ഗുണമുണ്ടെന്നും അറിയുന്നില്ലായിരുന്നു. അപ്പം അതിന് നമ്മൾ ഒരുപാട് രീതികൾ ഓൺലൈനിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അതൊക്കെ വഴി ഒരുപാട് നോക്കിയിട്ടാണ് നമുക്ക് ഓർഡർ പിടിച്ചത്. അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ഷോപ്പുകളിലും ഓർഡർ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയാണ് നമുക്കൊരു കൂൺ കൃഷി വളരെ വിജയകരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെ, വലിയ ബുദ്ധിമുട്ടില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയും. അപ്പൊ അതിന് എങ്ങനെയാണ് ഓൺലൈനിൽ കൊടുക്കുന്നത്, എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്, ഇതിന്റെ ഓൺലൈൻ സപ്ലൈയുടെ കൃത്യമായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മള് സപ്ലൈ ചെയ്യാം.